ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണാത്തൊരു ഭാവമാണ് ഓനിക്ക് ഇതൊക്കെ സംസാരിക്കുമ്പോൾ. അവൻ വന്നത് എന്നോട് ഒരാഴ്ചത്തെ ലീവ്, ആശാനെ ഒരാഴ്ചത്തെ ലീവ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇതും ചോദിച്ചോണ്ടാ വന്നത്. ഞാൻ പറഞ്ഞു എന്തിനാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് ലീവ്, എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും. അങ്ങനെയൊക്കെ എനിക്ക് പല ആവശ്യങ്ങളും ഉണ്ടാവും. ഞാനൊരു മനുഷ്യനല്ലേ, ആശാന്റെ ഓരോ ആവശ്യങ്ങൾക്ക് ആശാൻ ലീവ് എടുക്കണില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞടാ, ഞാൻ അങ്ങനെ ലീവ് എടുക്കാനാണ് അന്നൊക്കെ അവിടെ പണിക്ക് നിർത്തിയേക്കണത്. അപ്പൊ ഈ അവിടെ വന്നിട്ട് ലീവ് എടുത്താ പിന്നെ ആ കടയിൽ ആരാളുള്ളത്, ഞാൻ കട നോക്കണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പർക്ക് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അല്ല ആശാൻ ലീവ് തന്നില്ലെങ്കിലും ഞാൻ പോവും. അങ്ങനെയൊന്നും ഇപ്പൊ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അതാണ് എവിടുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ ആരടാ അന്നതിന് പറഞ്ഞു വിട്ടത്, അന്നത് ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ പറഞ്ഞു ആര് എന്നൊക്കെ പറഞ്ഞ തപ്പുക. ഇത്ര ഉള്ളപ്പോ വന്നാണ് കൂടെ. അല്ല ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നോട് അങ്ങനെ പറയാനുള്ള ധൈര്യം. ആശാൻ വേണമെങ്കിൽ അങ്ങനെ ലീവ് തന്നില്ലെങ്കിൽ എന്നെ പറഞ്ഞു വിട്ടോ, അതൊക്കെ പറഞ്ഞേ ആരോ ഇട്ട് ഇളക്കുന്നുണ്ട് അവനെ. അതാണ് സംഭവം. അല്ല എന്നാലും വരെ എന്നോട് ഇങ്ങനെ പ്രയാസത്തിന്റെ അല്ല, എത്ര ചെറുപ്പം മുതലിന്റെ ഒപ്പം നിക്കണ ഇതൊന്ന് ആലോചിച്ച് നോക്ക്. ഓരൊക്കെ എന്നോട് വന്ന അങ്ങനെ അങ്ങനെ ഞെളിഞ്ഞെന്ന് പറയാൻ പാടില്ല, അത് പറയാനേ പാടില്ല. അങ്ങനെയൊക്കെ പറയാൻ അങ്ങനെയാണെന്ന് വളർന്നു വലുതാകുമ്പോ അവര് അവനവന്റെ കാര്യം നോക്കും. പിന്നെ അതേപോലെ തന്നെ ഇന്നിപ്പോ ഞാൻ പണിക്കിറങ്ങുന്ന സമയത്ത് ദോരെ ആ ബെഞ്ചുണ്ടല്ലോ, ബെഞ്ചിന്റെ മുകളിൽ കാലിന്റെ മുകളിലൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കിടക്കുക. ഞാൻ ചോദിച്ചു നീ എന്താ പണിക്ക് വരില്ലേ? ഇല്ല ഞാൻ പണിക്ക് വരില്ല, എനിക്ക് പണി വേറെ ചില പരിപാടികളുണ്ട്. അപ്പോൾ എന്ത് പരിപാടി അത് പറയില്ല. അപ്പോൾ എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കവിടെ പോവാം. ഈ പരിപാടി കണ്ടിട്ടാണ് ഞാൻ പണിയെടുത്തത്. പണിക്ക് വന്ന ഈ നമുക്ക് ആയിട്ടില്ലേ? അപ്പൊ പിന്നെന്താ ഇല്ലേ? അപ്പോൾ എന്ത് പണിക്ക് വന്നിട്ടില്ല, ഞാൻ ഒരു ഒട്ടും കൊടുത്തിട്ട് ഞാൻ പോരും ചെയ്തു. എനിക്കിപ്പോ രണ്ടും കൂടിയും ഇങ്ങനെ കൂട്ടി വായിച്ചു നോക്കുമ്പോ അതിലെന്തോ ഒരു കുഴപ്പമുണ്ടോന്ന് എനിക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ അതാണ് ആലോചിക്കണം. ഞാൻ ഇന്നലെ മറ്റേ ഹൈടെക്കിൽ ചെന്നിട്ടുണ്ടായി ഒരു പ്രിന്റ് എടുക്കാൻ വേണ്ടി. അപ്പൊ അവിടെ ചെന്നപ്പോ ഇവരൊരു ഇതടിക്കാൻ കൊടുത്തിട്ടുണ്ട്, ഫ്ലെക്സ് അടിക്കാൻ. കുഞ്ഞൂട്ടനാ ഉണ്ടെന്ന് കൊടുത്തതെന്ന് പറഞ്ഞു. കുഞ്ഞു ദൊരൈ ലക്കി സെന്റർ എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു ഷോപ്പിന്റെ ബോർഡ്. ഇവര് അതിനുള്ള ധൈര്യം ഒന്നുണ്ട് അവരുടെ വേറെ എല്ലാവർക്കും സഹായത്തിന് ഇവരാണെന്ന്. കുഞ്ഞൂട്ടനാ ഉണ്ടെന്ന് കൊടുത്തതെന്ന് പറഞ്ഞ ബോർഡ് അടിക്കാൻ. കുഞ്ഞു ദൊരൈ. കുഞ്ഞു ദൊരൈ. ദൊരയും കുഞ്ഞൂട്ടനും കൂടി ചേർന്നിട്ട് ലക്കി സെന്റർ എന്ന് പറയുമ്പോ ആന്ന് ലോട്ടറി കച്ചവടമാണ്. അപ്പൊ ഇവന്മാര് രണ്ടുപേരും കൂടി അത് തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആ പാലത്തിന്റെ മൂലക്കുള്ള ജംഗ്ഷനില്ലേ, അവിടെ പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കി എന്തോ തട്ടൊക്കെ ഇടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഞാനോർത്ത് ഇവന്മാര് വേറെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും എന്നാ ഓർത്തത്. ഈ ബോർഡ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തത്. അപ്പൊ എങ്ങനെ പോയപ്പോ ഇതിന് പൈസ വേണ്ടേ? പൈസ വേണ്ടി വരും. പിന്നെ അപ്പൊ അതിനുള്ള പൈസ എവിടെ ഇവരെടുത്തത്? അതവര് കണ്ടെത്തിയിട്ടുണ്ട്. ഇവന്മാര് രണ്ടും കൂടി തുടങ്ങിയാണ് അത്. നോക്കിക്കോ, വേണമെങ്കിൽ ഇത് വന്ന് പറയും ചിലപ്പോ. നിങ്ങളോട് തന്നെ പറയും ഇന്ന പരിപാടി തുടങ്ങണ്ട. അപ്പൊ അതാണ് ഇപ്പൊ ഇത്രയും വലിയ ധൈര്യത്തിൽ, അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ സംസാരിക്കൂലേ? സംഭവം നല്ല പരിപാടിയാണ്. ലോട്ടറി ടിക്കറ്റ് കച്ചവടം എന്നൊക്കെ പറയും. രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെടട്ടെ. പക്ഷെ അത് പറഞ്ഞെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞിപ്പോ അവൻ നന്നാവണേലേ അമ്മക്ക് എന്താണ്? ഈ ചങ്ങായി അവിടെയും ഇവിടെയും പോയിന്ന നാട്ടുകാരെ അടി കൊള്ളുക എന്നല്ലാണ്ട് ഒരു ഭാഗതിരിവില്ലല്ലോ. ചെയ്തോട്ടെ. അല്ല ഞാൻ അതാണ് വിടാണ്ട് പിടിച്ചേക്കണേ. എത്ര ചെറുപ്പം മുതൽ ഞാൻ തീറ്റിപ്പൂറ്റി വളർത്തണ. ഒരു ഗുണമില്ലാത്തപ്പോഴും ഞാൻ ഈ ചായയും കടിയും മേടിച്ചു കൊടുത്ത് ഭക്ഷണവും മേടിച്ചു കൊടുത്ത് അവിടെ ഇരുത്തിയതാണ്. ഒരു ഗുണമില്ലാത്തപ്പോ. ഇപ്പഴല്ലേ ഇപ്പൊ കുറേശ്ശെ കൊടുക്കെങ്കിലും തിന്നാൻ തുടങ്ങി. പിരിച്ചു വിട്ടെന്ന് പറഞ്ഞാൽ ആ ജാതി വീട്ടിലാ വിട്ട് ഓരോ എണ്ണ അങ്ങോട്ട് കൊടുത്തു ഞാൻ. പിന്നെ അല്ലാണ്ട് ഞാൻ പറഞ്ഞു ചിഞ്ഞിപ്പടം നിക്കണ് മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോ. ആശാൻ തല്ലണെങ്കിൽ ഇപ്പൊ തല്ലിക്കോ, നാളെ എന്നെ തല്ലാൻ പറ്റുന്ന ഒരാറ്റ പെട കൊടുത്തു ഞാൻ. അതുകൊണ്ടാ പോയത്. ഞാൻ ന്യൂട്രൽ അവനോട് ചോദിച്ചു മനസ്സിലാക്കാൻ എന്താ പരിപാടി എന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എല്ലായിടത്തും പോട്ടെ, ഞാൻ എന്തിനു ചോദിക്കണം? ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ, എവിടെയെങ്കിലും പോയിട്ട്. ஐஸ்வர்யமா கொடு. ஐஸ்வர்யமா ஒரு நல்ல டிக்கெட் எடுத்து கொடு.
ഇങ്ങ് ഇരുന്നുക ക്യാഷിൽ ഇരുന്നുക എന്നാ ഏത് ടിക്കറ്റ് വേണം ഇന്നേക്ക് എടുക്കരുത് തരാമേ ഇന്നേക്ക് എടുക്കരുത് ഏത് നമ്പർ വേണം പാത്തെടുത്തുക്കാം നമ്പർ അത് നല്ല നമ്പർ താ ആ ഏത് വേണം ആ ശരി അടിക്കും കട്ടിപ്പ അടിക്കും ശരി ലോട്ടറി ഏത് ടിക്കറ്റ് വേണം ഇന്നത്തെ ഒരു ടിക്കറ്റ് കൊടു ഇത് പോതുമാ ആ